प्रभुपादाय कृष्ण वैष्णव श्रीमती भक्तिवेदांत स्वामी निधि नामने नमस्ते सारस्वते देवे गौरवाणी सुधारणे നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി എൻ്റെ സാദര പ്രണാമം പ്രഭുപാദത്തെ കാലത്തിലാക്കിക്കൊണ്ട് എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. ഗുരുവിൻ്റെയും പ്രഭുപാദൻ്റെയും ആശീർവാദത്തോടുകൂടി നിങ്ങളുടെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരുടെയും ആശീർവാദം എനിക്ക് വേണം. എനിക്ക് എന്നാൽ കഴിയുന്നത് ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. പ്രഭുപാദര് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പ്രായമായ സമയത്താണ്, 60 വയസ്സിന് മേലെ 70 വയസ്സോട് അടുത്തപ്പോഴാണ് പ്രഭുപാദര് ഗുരുവിൻ്റെ നിർദ്ദേശം, ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിൻ്റെ നിർദ്ദേശത്തോടെയാണ് ശിരസാ വഹിച്ചുകൊണ്ട് പ്രഭുപാദര് യൂറോപ്യൻ നാടുകളിലേക്ക് പോയി. അവിടെ പോയിട്ട് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ഈ പ്രസ്ഥാനം ഇത്രയും ലോകമെമ്പാടും ഇപ്പോൾ വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. ഇന്ത്യയിലുള്ളതിനെക്കാട്ടിയും കൂടുതൽ മറ്റ് രാജ്യങ്ങളിൽ ഈ പ്രസ്ഥാനം വളർന്നു. അത് പ്രഭുപാദരുടെ ക്ഷമാശീലവും ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിക്കുക എന്നുള്ള ഒരു ഇതിൽ ആണ് ഇത്രയും ഇത് വലുതായത്. ഗുരുവിൻ്റെ അനുഗ്രഹം നന്നായിട്ട് പ്രഭുപാദർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗുരുവിനെ നമ്മൾ സേവിക്കണമെന്നാണ് പറയുന്നത്. ബപ്പു സേവ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വാണി സേവ. നമുക്കൊക്കെ പ്രഭുപാദരെ കണ്ടിട്ട് പോലും ഇല്ല. പ്രഭുപാദരുടെ ഈ ഇത് ഗുരുവിനോടുള്ള ഈ ഇത് നമുക്കും അനുകരിക്കാവുന്നതാണ്. പിന്നെ പ്രഭുപാദർക്ക് ഡിസൈസിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. വളരെയധികം സ്നേഹിച്ചിരുന്നു പ്രഭുപാദർ. അത് പ്രഭുപാദർ ലാസ്റ്റ് സമയത്ത് പ്രഭുപാദരെ സേവിക്കാൻ അവസരം കിട്ടിയവർ പറയുന്നുണ്ടായിരുന്നു. പ്രഭുപാദരെ സേവിച്ച് അവർക്ക് തങ്ങൾക്ക് സേവന വിമുഖതയുടെയും ഭൗതിക അഭിലാഷങ്ങളുടെയും എല്ലാം അതിർവരമ്പുകളും മറികടന്നതായി അവർക്ക് തോന്നി എന്നാണ് പറയുന്നത്. പ്രഭുപാദനെ സേവിച്ചിട്ട് അത്രമാത്രം ഡിസൈപ്പിളിനെ സ്നേഹിച്ചിരുന്നു. അത്ര അനുഗ്രഹം അവർക്ക് നൽകിയിരുന്നു പ്രഭുപാദര്. അതുപോലെ അവർക്ക് പരിപൂർണമായ പ്രഭുപാദര് ഇല്ലെങ്കിലും പരിപൂർണമായ ഒരു ശരണാഗതിയുടെ ശക്തി അവർക്ക് അനുഭവപ്പെട്ടു എന്നാണ് ലാസ്റ്റ് സമയത്ത് പ്രഭുപാദരെ പരിചരിച്ചവർക്ക് അവർ പറയുന്നത്. പ്രഭുപാദര് ഇത്രയും ഇസ്കോൺ വലുതാക്കിയത് പ്രഭുപാദരുടെ പിന്നെ സ്വ ഇച്ഛയാലും കൃഷ്ണൻ്റെ കാരുണ്യത്താലാണ് പ്രഭുപാദര് ഇതൊക്കെ കീഴടക്കി ഈ പ്രസ്ഥാനത്തെ ഇത്രയും വലുതാക്കിയത്. പ്രഭുപാദര് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റ്? ഒന്ന് ഈ മഹാമന്ത്രം ജപിക്കുക, പിന്നെ മഹാപ്രസാദം കഴിക്കുക, ഭഗവാൻ വെച്ച് നിവേദ്യം കഴിക്കുക, പിന്നെ വിഗ്രഹാരാധന, ഇതൊക്കെ പ്രഭുപാദര് നമുക്ക് തന്ന ഗിഫ്റ്റുകളാണ്. ഈ ഗുരു സേവ ചെയ്യുക, ഇതൊക്കെ നമ്മൾ പാലിച്ചാൽ തന്നെ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഭഗവാന്റെ ലോകത്തിലേക്ക്, ഗോലോകത്തിലേക്ക് പോകാൻ ഉറപ്പ് തന്നിട്ടുണ്ട് പ്രഭുപാദര്. അതുകൊണ്ട് നമ്മൾ പ്രഭുപാദരുടെ ഈ മിഷനെ എത്രത്തോളം നമുക്ക് സഹായിക്കാൻ പറ്റുമോ ആ വിധത്തിലേക്ക് നമ്മൾ പ്രഭുപാദരുടെ ഈ പ്രസ്ഥാനത്തെ, ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തെ മറക്കാതിരിക്കാനും പ്രഭുപാദർ പറഞ്ഞു തന്ന എല്ലാ ഇതും നിർദ്ദേശങ്ങളും നമ്മൾ പാലിച്ച് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ആവട്ടെ. അതിന് പ്രഭുപാദരുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭുപാദരുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് പ്രണാമം. ഹരേ കൃഷ്ണ.